മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം, അതിൻ്റെ 28 മുതൽ 34 വരെയുള്ള വചനമാണ് ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നത്. ഈ സന്ദേശം കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ച സന്ദേശം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആദ്യ സ്നേഹം വിട്ടുപോയി എന്ന് ഒരു കുറവ് നിങ്ങളെക്കുറിച്ച് പറയാനുണ്ട് എന്ന് എഫെസോസ് സഭയോട് കർത്താവ് ദൂതറിയിച്ചത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഈ സന്ദേശത്തെ ഉൾക്കൊള്ളണം. കർത്താവ് എന്നോട് ഇത് ഹൃദ്യമായി ഇടപെട്ടതാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. മർക്കോസ് 12:28 മുതൽ ഉള്ള വചനങ്ങൾ. ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട്, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ആകുന്നു. രണ്ടാമത്തതോ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശാസ്ത്രി അവനോട്, നന്ന് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനും ഇല്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം അവനോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല. ഈ വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പന എന്നുള്ള കാര്യമാണ്. എന്നാൽ 28 മുതൽ അതിൻ്റെ കോണ്ടെക്സ്റ്റോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷം 11 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിലെ അവസാന ആഴ്ചയാണ്. മർക്കോസ് എന്ന എഴുത്തുകാരൻ തൻ്റെ സുവിശേഷത്തിൽ 1/3 ഈ പാഷൻ വീക്കിനാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വളരെ തിടുക്കമുള്ള ഒരാഴ്ച. അതിൻ്റെ അവസാനത്തിൽ കർത്താവ് ക്രൂശിതനാകുന്നു, അടക്കപ്പെടുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം തുടക്കം 11-ാം അധ്യായത്തിൽ കർത്താവ് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന ആ രംഗമാണ്. പൊതുവെ അതിനെ അറിയുന്നത് ദ ട്രയംഫൽ എൻട്രി. വളരെ വ്യക്തവും സ്പഷ്ടവുമായി അവിടുത്തെ രാജ്യത്വത്തിൻ്റെ ഒരു പ്രഖ്യാപനം കൂടെയാണ് ആ കർത്താവ് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന രംഗം. കർത്താവ് യെരുശലേമിൽ ചെന്ന് കഴിഞ്ഞിട്ട് 11-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, അതിൽ 15-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, അവർ യെരുശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു. 11-ാം വാക്യം പറയുന്നത്, തലേ ദിവസം കർത്താവ് ദേവാലയത്തിൽ വന്ന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കി. പക്ഷെ അന്നൊന്നും ചെയ്തില്ല. കർത്താവ് അവിടുന്ന് പോയി. എന്നാൽ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അവർ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു.
കർത്താവ് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മശിയാണെങ്കിൽ യഹൂദന്മാർ പ്രതീക്ഷിച്ചത് റോമാക്കാർക്കെതിരെ കർത്താവ് കാര്യങ്ങളൊക്കെ നീക്കുമെന്നാണ്. അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കർത്താവ് ആ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ചില വേദ പണ്ഡിതന്മാർ ചിന്തിക്കുന്നത് പോലെ രണ്ടാമത്തെ ശുദ്ധീകരണമാകാൻ സാധ്യതയുണ്ട്. കാരണം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ആ സുവിശേഷകൻ കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലാണ് ഇങ്ങനെ ഒരു ശുദ്ധീകരണത്തിന്റെ കാര്യം രേഖപ്പെടുത്തുന്നത്. മർക്കോസ് കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടം എന്നതുകൊണ്ട് 2 തവണ കർത്താവ് ശുദ്ധീകരിച്ച് കാണുമെന്ന് ചിന്തിക്കുന്ന വേദപണ്ഡിതന്മാർ ഉണ്ട്. അത് ശരിയാണെങ്കിൽ ഇത് 2ാമത് കർത്താവ് ശുദ്ധീകരിക്കുന്ന രംഗമാണ്. ഈ 2 ശുദ്ധീകരണത്തിനിടയ്ക്കും യഹൂദന്മാർക്ക് വന്നിരിക്കുന്ന വിശ്വാസത്യാഗത്തെ കർത്താവ് നിരന്തരം വിരൽ ചൂണ്ടിയിരുന്നു. അവരുടെ മതത്തിന്റെ സമ്പ്രദായങ്ങളെയും ഉപദേശ പിശകുകളെയും ഒക്കെ കർത്താവ് സ്ഥിരമായി ഖണ്ഡിച്ചിരുന്നു. അപ്പൊ ഇത് ഇവർക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ്. ദേവാലയത്തിൽ കയറി ആരോടും ഒരു വാക്ക് ചോദിക്കുന്നില്ല, അനുവാദം ചോദിക്കുന്നില്ല. കർത്താവ് അങ്ങ് ഇറങ്ങി അങ്ങ് ശുദ്ധീകരിക്കുകയാണ്. ഒറ്റ മനുഷ്യൻ തിരിച്ചൊന്നും നിന്നില്ല. ഇതിന്റെ വെളിച്ചത്തിൽ 11-ാം അധ്യായത്തിന്റെ 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ അധികാരത്തെ ഇവർ ചോദ്യം ചെയ്യുകയാണ്. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നും ഇത് ചെയ്യുവാനുള്ള അധികാരം നിനക്ക് തന്നത് ആരെന്നും അവനോട് ചോദിച്ചു. കർത്താവ് മറുപടിയായിട്ട് തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. ഉത്തരം മുട്ടിപ്പോയി. കർത്താവ് പറഞ്ഞു, ഞാനും ഇത് പറയുന്നില്ലെന്ന്. അപ്പൊ ഭയങ്കര ഒരു കോൺഫ്രണ്ടേഷൻ നടക്കുകയാണ്. നമ്മുടെ ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഒരു ശാസ്ത്രിയാണ് മുൻകൈ എടുക്കുന്നത്. ഞാൻ അവിടേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. ഈ രംഗം കഴിഞ്ഞ് ആളുകൾക്ക് വളരെ വ്യക്തമായി ബോധ്യമായി ഫരീസന്മാര്, സദ്ദൂക്യര്, ശാസ്ത്രിമാര് ഇവരെ എല്ലാം കർത്താവ് ശക്തമായ നിലയിൽ ഖണ്ഡിക്കുകയാണ്, വിമർശിക്കുകയാണ്. മാത്രമല്ല, ഈ ദേവാലയത്തെ ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സാമ്പത്തിക സമ്പ്രദായത്തെ പോലും കർത്താവ് തകർക്കുന്ന ഒരു അനുഭവമാണ്. അവിടെയുള്ള വിൽപ്പനക്കാരുടെയൊക്കെ ചരക്ക് വിൽപ്പനയിൽ നിന്ന് മേൽഘടകത്തിന് വരെ കമ്മീഷനുണ്ട്. അത് മാത്രമല്ല, അവരുടെ വേദശാസ്ത്രത്തെ കർത്താവ് ഖണ്ഡിക്കുന്നു. ഇവർ വിശ്വാസത്യാഗം സംഭവിച്ചവരാണെന്ന് കർത്താവ് അവരെ എക്സ്പോസ് ചെയ്യുന്നു. ഇവർ കപടഭക്തിക്കാരാണ്, ആത്മീക ഫ്രോഡുകളാണ്. അത് മാത്രമല്ല, ഏറ്റവും അവസാനം കർത്താവിന്റെ പിന്നാലെ ഭയങ്കര പുരുഷാരമുണ്ട്. പുരുഷാരവും നഷ്ടപ്പെടുകയാണ് ഇവർക്ക്. അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ വിട്ടാൽ സംഗതി ബുദ്ധിമുട്ടാകും. അതിന് ഈ യഹൂദന്മാർ അവരുടെ നേതൃത്വം ചെയ്തത് എങ്ങനെയെങ്കിലും കർത്താവിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യണം. അതിനവർ ഉപയോഗിച്ച ഒരു തന്ത്രം നിരന്തരമായ ആളുകളെ പരസ്യ സ്ഥലങ്ങളിൽ വിട്ട് കുടുക്കു ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു വാക്കിൽ പിഴച്ചാൽ ഈ പുരുഷാരത്തെ കർത്താവിൽ നിന്ന് തിരിക്കാം. മാത്രമല്ല, അവരെ ഭരിക്കുന്ന റോമൻ ഗവൺമെന്റിന് ബോധ്യമാക്കി കൊടുക്കാം, ഈ ജീസസ് ഗവൺമെന്റിനും വിപരീതമാണ്. അങ്ങനെ കർത്താവിനെതിരെ പയറ്റാം. രാഷ്ട്രീയപരമായി, മതപരമായി കർത്താവിനെ കുടുക്കിലാക്കേണ്ടതിന് അവർ പരിശ്രമിക്കുകയാണ്. നിരന്തരം ആളുകളെ വിട്ട് കർത്താവിനെ ട്രാപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ആദ്യം ഫരീസയരാണ് വരുന്നത്, 2ാമത് സദൂക്യരാണ്, പിന്നീടാണ് നാം വായിച്ച വേദഭാഗത്തിലെ ശാസ്ത്രി വരുന്നത്. 12-ാം അധ്യായത്തിന് 13 മുതൽ 17 വരെ സെനദ്രി സംഘം ഫരീസയരെയും ഹേരോദ്യരെയും കൂടെ ചേർത്താണ് കർത്താവിനെ കുടുക്കുവാനായിട്ട് വന്നത്. കൈസർക്ക് ടാക്സ് കൊടുക്കുന്നത് വിഹിതമാണോ? കർത്താവ് അതിനൊരു മറുപടി പറഞ്ഞു. ഞാൻ ഇപ്പൊ അതൊന്നും വിശദീകരിക്കുന്നില്ല. വായടച്ചു.
അവരവിടെ സ്ഥലം വിടുന്നു. 12:18 മുതൽ 27 അടുത്തത് സദ്ദൂക്യരാണ് വരുന്നത്. അവരും സന്നിധി സംഘത്തിന്റെ ഭാഗമാണ്. അവരുടെ ചോദ്യം എന്താ? ഒരു സഹോദരി 6-7 പേരെ കല്യാണം കഴിച്ചു, കുട്ടികളൊന്നുമില്ല, നിത്യതയിൽ ആരുടെ ഭാര്യയായിരിക്കും? കാരണം ഇവർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരല്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവവചനം അറിയത്തില്ല. അവരുടെയും വായടച്ചു. 12:28 മുതൽ 34 വരെ നമ്മൾ ഈ വായിച്ച ഈ സമയത്ത് ആ രംഗം ശാസ്ത്രി വരികയാണ് ഒരു ചോദ്യവുമായിട്ട്. ശരിക്കും ഫരീസയരും സദ്ദൂക്യരും തോറ്റു കഴിഞ്ഞിട്ട് ഇവർ ചെന്ന് എല്ലാം ഒന്ന് റീഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. അത് 22-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം, അതിന്റെ 34-ാം വാക്യം. സദ്ദൂക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി. അങ്ങനെ കൂട്ടം കൂടിയാണ് അവരുടെ ഇടയിൽ നിന്നൊരു ശാസ്ത്രിയെ അടുത്ത ട്രാപ്പിന് വേണ്ടി വരുന്നത്. ഇതാണ് രംഗം. കാര്യം നിങ്ങൾക്ക് ബോധ്യമായി. ശക്തമായ എതിർപ്പ്. കാരണം അവർക്ക് കർത്താവിനെ കൊല്ലണമെന്നുണ്ട്. പക്ഷേ പുരുഷാരം കർത്താവിന്റെ കൂടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവരൊരു ആക്ഷൻ എടുത്താൽ പുരുഷാരം അവർക്കെതിരെ തിരിയും. അതുകൊണ്ട് വളരെ തന്ത്രപരമായിട്ടാണ് കർത്താവിനെ അവര് അപായപ്പെടുത്താൻ, കുടുക്കുവാനായി ഈ കുടുക്കു ചോദ്യമായിട്ട് വിടുന്നത്. ദൈവമക്കൾ ഇത് ഓർത്തോണം. സത്യമായി ദൈവവചനത്തിന് വേണ്ടി നിന്നാൽ you will be hated by religious people. ആന്തരിക മാറ്റമില്ലാത്ത ബാഹ്യമായ ആത്മികരായി ചമയുന്ന ആളുകൾ യഥാർത്ഥ ആത്മികയെ അവർക്ക് സഹിച്ചുകൂടാ. അന്നും അങ്ങനെയാ, ഇന്നും അങ്ങനെയാ. അതിന്റെ കാരണം എന്താ? ബാഹ്യമായ ഈ പ്രകടനം നടത്തുന്നവരെ കപടഭക്തിക്കാരെ എന്ന് തുറന്ന് വിളിക്കുന്നു. ജനത്തിന് മനസ്സിലാകുന്നത് കപടഭക്തിയാണെന്ന്. ദൈവവചനം അവര് പറയുന്ന പോലെയല്ല, യഥാർത്ഥമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ആലയത്തിൽ കയറി ഇങ്ങനെ വർഷങ്ങളായി നടക്കുന്ന ആരാധന നടക്കുന്ന ഈ ദേവാലയത്തിൽ ഇവരാരും കണ്ടില്ലായിരുന്നോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? യേശു അങ്ങോട്ട് കയറി ആരുടെ മൂപ്പ് ചോദിച്ചില്ല, അതിനെ ശുദ്ധീകരിക്കുകയാണ്. ഇങ്ങനെ ഒരു അനുഭവം, ഇങ്ങനെ ഒരു സ്പിരിറ്റ് നിങ്ങൾക്കുണ്ടായാൽ, അത് ഏത് സ്പിരിറ്റാ പാസ്റ്ററെ? ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടെങ്കിൽ അവനെ ഒന്നും കുഴപ്പമില്ല, ഇവനെ ഒന്നും എനിക്കൊന്നും ഞാൻ അങ്ങനെ കൊള്ളത്തില്ല. If you stand for the truth, you will be hated by the so-called religious people. അത് നമുക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നമ്മള് മനസ്സിലായോ? You look at Jesus, Holy Spirit, full of the Holy Spirit. നമുക്ക് അത്ര ഇല്ലാത്തതുകൊണ്ടാ നമ്മൾ എന്താ ചെറിയ, പക്ഷെ ലോകം പകയ്ക്കും. ആത്മീകരെന്ന് ചിന്തിക്കുന്നവർ പകയ്ക്കും. ശ്രദ്ധിച്ചു കേട്ടോണം, ആത്മീക നേതൃത്വം പകയ്ക്കും. But Jesus went about his father's business. വേല തികയ്ക്കുക, അതിനാണ് ജെറുസലേമിൽ വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഞാൻ കഞ്ഞി കുടിക്കാൻ ഇറങ്ങിയവൻ ഇതൊന്നും പറ്റത്തില്ല. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ യഥാർത്ഥ ആത്മീയത എന്താണെന്ന്? You stand against the fake and the fraud. Praise the Lord. തയ്യാറാണോ സത്യത്തിനു വേണ്ടി നിൽക്കാൻ? തയ്യാറാണോ കർത്താവിന് വേണ്ടി ഒരു ശേഷിപ്പായിട്ട് നിൽക്കാൻ? ഇപ്പൊ ഒന്നും പറയണ്ട, ചിന്തിക്ക്. The whole world can be against you. നോക്കിക്കേ, രാഷ്ട്രീയപരമായി ആളുകളെ കൂടെ ഇളക്കി കർത്താവിനെതിരാക്കി കൊടുക്കാനുള്ള ചോദ്യം. യഹൂദന്മാരെ, മതത്തിലുള്ളവരെ കൂടെ തിരിച്ച് കർത്താവിനെതിരാക്കാനുള്ള കൊടുക്ക് ചോദ്യങ്ങൾ. How cunning they were. But Jesus was full of the Holy Spirit.
ഓരോ ചോദ്യം ചിലത് തിരിച്ചൊരു ചോദ്യമാണ്. ഇതിൻ്റെയൊക്കെ അവസാനത്തിൽ എഴുതിയിരിക്കുന്ന പിന്നെ അവർ ചോദ്യം ചോദിക്കാൻ തയ്യാറായില്ലെന്ന. They couldn't stand the wisdom of God. 28-ാം വാക്യം, ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട്. ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്നു. മത്തായി 22:34-35 വാക്യം പറയുന്നത് ഇദ്ദേഹം ഒരു ഫരീസേന. എല്ലാ ഫരീസരും ശാസ്ത്രിമാരല്ല, പക്ഷെ ശാസ്ത്രിമാര് മിക്കപ്പോഴും ഫരീസയരാണ്. ഇവരാണ് ദൈവത്തിന്റെ വചനത്തെ വ്യാഖ്യാനിച്ച് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്. പൊതുജനത്തിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരോട് വന്ന് ചോദിക്കും. ഇവരുടെ വ്യാഖ്യാനമാണ് പൊതുജനം അംഗീകരിക്കുന്നത്. ആ നിലയിൽ സമൂഹത്തിൽ നിലയും വിലയുമുള്ളവരാണ് ഈ ശാസ്ത്രിമാര്, ദ സ്ക്രൈബ്സ്. യഹൂദ മതത്തിലെ വളരെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ്. അവരുടെ വ്യാഖ്യാനങ്ങളും അഭിപ്രായങ്ങളും സമൂഹത്തെ നന്നായി ബാധിച്ചിരുന്നു. ഇത് മാത്രമല്ല, ഒരുപാട് നിയമപരമായ കാര്യങ്ങളും അവർ മുൻകൈയെടുത്തു. പ്രോപ്പർട്ടി സംബന്ധമായ, എസ്റ്റേറ്റ് സംബന്ധമായി, കോൺട്രാക്ട് കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലൊക്കെ അവർ ഇടപെട്ടിരുന്നു. ഇവരെ വളരെ ആദരവോടാണ് സമൂഹം കണ്ട. ഇവരെയാണ് വിളിച്ചത് റബായ്, റബ്ബിമാർ. ഈ സമൂഹത്തിൽ ഇപ്പൊ കർത്താവിന്റെ ചുറ്റിനൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട്. ഇവരുടെ എല്ലാവരുടെ നടുവിൽ ഏറ്റവും വചനം അറിയാവുന്നവർ ശാസ്ത്രിമാരാ, കർത്താവ് ഒഴിയെ. അപ്പൊ ഈ ഫരീസയനായ ഈ ശാസ്ത്രി അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ടു. അതേതാണ്? ഈ സദ്ദൂക്യര് കർത്താവിന്റെ അടുക്കൽ വന്ന് പുനരുത്ഥാനമില്ല എന്ന് സ്ഥാപിക്കാനുള്ള ആ തർക്കം കേട്ടു. അത് മാത്രമല്ല, 11:27 അതിന് മുൻപുള്ള തർക്കങ്ങൾ കേട്ട് കാണാം. 12:13 ഫരീസയരും ഹെരോദ്യരും കൂടെ വന്ന തർക്കം, ഇതൊക്കെ കേട്ട് കാണാം. അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കണം, മറ്റ് തർക്കങ്ങളുമായിട്ട് വന്നവരിൽ നിന്നൊരൽപ്പം വ്യത്യസ്തനാണ് ഈ ശാസ്ത്രി. കൊടുക്കാനാ വന്നത്, അത് ഞാൻ പിന്നെ വാക്യം കാണിക്കാം. പക്ഷേ അദ്ദേഹത്തിന് ഈ കൊടുക്കാൻ വന്നെങ്കിലും കർത്താവിന്റെ വാക്കുകളിൽ ആകർഷിതനായി എന്നത് നമുക്ക് കാണാൻ കഴിയും. അവസാനം കർത്താവിനോട് പറയുന്നത്, യു ആർ നോട്ട് ഫാർ അവേ ഫ്രം ദ കിങ്ഡം. കിങ്ഡമിൽ ആയെന്നല്ല കേട്ടോ, നോട്ട് ഫാർ അവേ. മത്തായി 22:35 അവനിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചെന്ന്, ഹി ടെസ്റ്റഡ്, അതിനാണ് വന്നത്. പക്ഷെ കർത്താവ് അവരോട് പറയുന്ന ആ മറുപടിയിലൊക്കെ ആകർഷിതനായിരുന്നു എന്നതും നമ്മൾക്ക് കാണാൻ കഴിയും. 28-ാം വാക്യം, 2-ാം ഭാഗം, അവന്റെ ചോദ്യം ഇതാണ്. 28-ാം വാക്യം പൂർണ്ണമായിട്ട് ഒന്ന് വായിച്ചാട്ടെ. ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. നമ്മുടെ വിഷയത്തിലേക്ക് ഡയറക്റ്റ് ഇറങ്ങുക. ചോദ്യം അതാണ്. ഇവിടെ നമുക്ക് അങ്ങനെ വലിയ കുടുക്ക് ചോദ്യമായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ ഇതിന്റെ കുടുക്ക് ഞാൻ പറയാം. റബിമാരുടെ പാരമ്പര്യം അനുസരിച്ച് 613 നിയമങ്ങളുണ്ട്, കൽപ്പനകളുണ്ട് എന്ന് അവര് വിശ്വസിച്ചു. ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ പുസ്തകങ്ങളിൽ അതിൽ 365 കൽപ്പനകൾ നെഗറ്റീവാണ്. ബാക്കി 248 കൽപ്പനകൾ പോസിറ്റീവാണ്. ഇതാണ് അവർ ചിന്തിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ ഒരാള് ചോദിക്കുകയാണ്, എന്തോ ഈ 613, 615 റൗണ്ട് ഫിഗർ ആക്ക്, 620 അല്ലെ 600 അങ്ങാക്ക്, എന്തോ ഈ 613? ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് പറയാം. 10
കൽപ്പനകൾ 10 കൽപ്പനകൾ എബ്രായ ഭാഷയിൽ നിങ്ങൾ പരിശോധിച്ചാൽ 613 ലെറ്റേഴ്സ് ആണുള്ളത്. 613 അക്ഷരങ്ങൾ, വാക്കുകളല്ല, അക്ഷരങ്ങൾ. അവരെണ്ണുമ്പോൾ എബ്രായ ഭാഷയിൽ അങ്ങനെയാണ്. 613 അക്ഷരങ്ങൾ ഉള്ളത് കൊണ്ട് 613 നിയമങ്ങൾ ഉണ്ട് എന്നാണ് ഇവര് സ്ഥാപിക്കുന്നത്. ഇതാണ് വിഷയം. ഓക്കെ, അത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ്. ചോദ്യം, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. മുഖ്യ കൽപ്പന, മുഖ്യ എന്ന് പറഞ്ഞാൽ ഫോർമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ റാങ്ക് ആൻഡ് ഇമ്പോർട്ടൻസ്. അല്ലാതെ ആദ്യം പറഞ്ഞ കൽപ്പന ഏതാണെന്നല്ല. ഏതാണ് ഏറ്റവും ഘനമേറിയത്, ഇമ്പോർട്ടന്റ്. ഇവരുടെ ഇടയിൽ എപ്പോഴും ഒരു വാദമുണ്ടായിരുന്നു കേട്ടോ. വാദം എന്ന് പറയുന്നത് ഘനമേറിയത് ഏതാ എന്നുള്ളൊരു വാദം അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഘനമേറിയത് ഏതാ, ഘനമില്ലാത്തത് ഏതാ. മത്തായി 23:23 നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ. മത്തായി 22:36 അവിടെ മുഖ്യ കൽപ്പന എന്നല്ല, വലിയതെന്ന വാക്ക. ഈ വലിയത്, മുഖ്യ കൽപ്പന, ഇതെല്ലാം ഒരേ കാര്യമാണ്, ഫസ്റ്റ് ആൻഡ് ഗ്രേറ്റ്. അപ്പൊ അവൻ സൂചിപ്പിച്ചതുപോലെ ഇതിങ്ങനെ ഇപ്പൊ ഇതിനകത്ത് എന്തോ ഇപ്പൊ ഓടക്ക്. കർത്താവ് ഒരു മറുപടി പറയണം, അത്രേ ഉള്ളൂ. ഇതിനകത്തെ ഒടക്ക് എനിക്ക് ബോധ്യമായ നിങ്ങളോട് പറയാം. ഈ ചോദ്യം പരസ്യമായി മറുപടി പറയുമ്പോൾ അവര് പ്രതീക്ഷിച്ചത് മോശയുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യം കർത്താവ് പറയും, അതാണ് ഏറ്റവും വലുത് എന്ന് കർത്താവിൻ്റെതായിട്ട് പറഞ്ഞാൽ കയറി പിടിക്കാം. യഹൂദ മതം ഏറ്റവും വലിയ ആളായി കൊണ്ടു നടക്കുന്ന മോസസ് ആണ്. ന്യായപ്രമാണം അവർക്ക് കൊടുത്തത് മോസസ് ആണ്. ദൈവത്തെ മുഖാമുഖം കണ്ടത് മോസസ് ആണ്. 40 വർഷം മരുഭൂമിയുടെ മോസസ് ആണ് അവരുടെ പിതാക്കന്മാരെ നടത്തിയത്. മിസ്രയീം ദേശത്ത് നിന്ന് മോസസ് ആണ് അവരെ വിടുവിച്ചത്. മോസസിനേക്കാൾ വലിയവനാണ് എന്ന ധ്വനിയും തിരുവെഴുത്തിലെ മോസസിന്റെ ആ കൽപ്പനകൾ, മോശ തന്ന കൽപ്പനകളിൽ അല്ലാത്ത ഒരു കാര്യം കർത്താവ് പറഞ്ഞാൽ അവിടെ പിടിക്കാം. അതാണ് ഇതിനകത്ത് അന്തർലീനമായി കിടക്കുന്ന ഒരു കുരുക്ക്. ഇത് വിവിധ നിലയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ, വിവിധ നിലയിൽ. ചിലപ്പം വചനത്തോടുള്ളവൻ ഇന്നത്തെ കാലത്തൊക്കെ ഒത്തിരി കാര്യമുള്ളൂ. ദൈവവചനത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഫോണായിരിക്കും വളരെ നിഷ്ക്രിയം, പക്ഷേ അത് അപ്പൊ നമ്മൾ അത് റെക്കോർഡാ പറഞ്ഞു. ഇതുവരെ ഈ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തെ കുറിച്ച് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, അത് വചനം. പക്ഷേ ഈ അസംബ്ലീസ് അപ്പോഴ പിടിച്ചു, മനസ്സിലായോ? എല്ലാം റെക്കോർഡാ. അല്ല, ഞാൻ വാട്സാപ്പിലേ പറയൂ, അതും റെക്കോർഡാ. ആ ചോദ്യം ഒന്നും കേട്ടാൽ നമുക്ക് അങ്ങനെ ഒന്നും തോന്നത്തില്ല. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, മോശയിക ഗ്രന്ഥത്തിൽ ഉൾപ്പെടാത്ത ഒരു കാര്യം യേശുവിനെ മോശക്കെതിരായും യഹൂദന്മാർക്കെതിരായി ആന്റി ജൂവിഷ് ഒരു ആളായിട്ട് കർത്താവിനെ ചിത്രീകരിക്കും. ഇതാണ് ട്രാപ്പ്. ഓ, അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇപ്പൊ അധികാരം കർത്താവിനല്ലേ, അങ്ങനെ അവരത് വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഒരു അടിയൊഴുക്കെന്ന് പറയുന്നത്, യഹൂദന്മാർ വിശ്വസിച്ചത് കർത്താവിന്റെ ഈ പ്രഭാഷണങ്ങളൊക്കെ ഇറ്റ് വാസ് എഗൻസ്റ്റ് ദ ലോ. ഞങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ വചനം ചിന്തിക്കുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്ന പോലെ അല്ലല്ലോ പ്രസംഗിക്കുന്നത്. They thought that the messages that Jesus preached, അത് contrary ആണ്, ദുർവ്യാഖ്യാനമാണ്. കർത്താവാണ് അസൽ വ്യാഖ്യാനം കൊണ്ടുവരുന്നത്. അവര് അത് ആ നിലയിൽ ചിന്തിക്കുന്നു, ചിന്തിച്ച് കാണും. സ്തോത്രം. അപ്പൊ ഇവിടെ
ഏത് കൽപ്പനയാണ് ഏറ്റവും വലുത്? ഇതാണ് ചോദ്യം. കർത്താവിനെ വാക്കിൽ കുടുക്കുവാനായിട്ട് നോക്കുന്ന ഒരു അനുഭവമാണ്. 28 അവസാന 2 വാക്ക് ചേർന്ന് 29. അതിന് യേശു എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ശാസ്ത്രി ഏത് കൽപ്പനയാണെന്ന് ചോദിച്ചോളൂ. 1. മറുപടി 2 കൽപ്പനകളെ പറയുന്നു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. കുടുക്ക് ചോദ്യമായിട്ട് വരുന്നവനോട് വചനത്തിലൂടെയാണ് റിപ്ലൈ പറയുന്നത്. അത് നമുക്കൊരു മോഡലാ. അങ്ങനെയാ റിപ്ലൈ ചെയ്യേണ്ടത്. വചനത്തിന് മാറ്റമില്ല. ജീസസ് ഓൾവേസ് ആൻസേർഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. 40 ദിവസം പിശാച് മരുഭൂമിയിൽ പരീക്ഷിക്കുമ്പോഴും വേർഡ്, ആവർത്തന പുസ്തകം എടുത്തുകൊണ്ടാണ് വേർഡ്. ഇവിടെയും കർത്താവ് ആവർത്തന പുസ്തകത്തിലേക്കാണ് ആദ്യത്തെ കൽപ്പനയ്ക്ക് പോകുന്നത്. ഐ ഡോണ്ട് നോ, പോസിബിളി ഹി ലവ്ഡ് ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി സോ മച്ച്. നമ്മളും അങ്ങനെയാണ് വാസ്തവത്തിൽ റിപ്ലൈ ചെയ്യേണ്ടത്. അതിന് നമ്മൾ ദൈവവചനം പഠിക്കണം. അറിയാൻ വയ്യാത്ത കാര്യം അറിയാൻ വയ്യ എന്ന് പറയണം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. That's not a shame. That's the truth. അറിയാമെന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ 2 കൽപ്പനകൾ കർത്താവ് പറയുന്നു. 1 ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-5 വാക്യമാണ് കോട്ട് ചെയ്യുന്നത്. മറ്റേത് ലേവ്യ പുസ്തകം 19:18. ആവർത്തന പുസ്തകത്തിൽ ദൈവത്തെ സ്നേഹിക്കണമെന്നും ലേവ്യ പുസ്തകത്തിൽ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്നും. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ശരിക്കും തോറായുടെ ഹൃദയം. കൽപ്പനകളുടെ ഹൃദയം എന്ന് പറയുന്ന ഈ 2 കൽപ്പനയാണ്. അതിൽ 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് 29-ാം വാക്യം, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം ഇപ്പോൾ തൽക്കാലം ഒന്ന് വായിച്ചേ. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. യഹോവ ഏകൻ തന്നെ. ഈ ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് വാഗ്ദത്ത ദേശത്തേക്ക് പുതിയ തലമുറ കാലുവെക്കാൻ പോവുകയാണ്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതെല്ലാം മോശ അവർക്ക് ആവർത്തിക്കുകയാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പഴയ തലമുറകളെല്ലാം തീർന്നു. ആ ന്യൂ ജനറേഷനോട് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ആവർത്തന പുസ്തകം മോശയുടെ പ്രഭാഷണങ്ങളാണ്. ആവർത്തന പുസ്തകം മോശയുടെ വിടവാങ്ങൽ ദൂതുകളാണ്. അതിനകത്ത് മോശ ഇത് പറയുമ്പോൾ ഇസ്രായേൽ ജനം പാർക്കുമ്പോൾ ചുറ്റുവട്ടത്ത് ഒരുപാട് ജാതികളുണ്ട്. ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന ജാതിക പശ്ചാത്തലത്തിലുള്ളവർ അവരുടെ ചുറ്റുവട്ടത്തുള്ളപ്പോൾ മോസസ് പറയാണ്, we have one God, monotheism. ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ആവർത്തന പുസ്തകത്തിലെ ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. ഇത് എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാരും ശ്രദ്ധിക്കണം. വായിക്കേ. ഇസ്രായേലേ കേൾക്ക, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. അവ നമ്മുടെ ദൈവത്തിന് പേരുണ്ട്. യഹോവ നമ്മുടെ ദൈവം ആകുന്നു. യഹോവ ഏകൻ തന്നെ. യഹോവ, മറ്റുള്ളവർക്ക് പല ദൈവങ്ങൾ കാണും.
ഇസ്രായേൽ ദൈവമായിട്ട് ഉടമ്പടി ബന്ധത്തിലുള്ള ജനമാണ്. Our God is one God. ദൈവം ഏകൻ തന്നെ. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം നിങ്ങൾ ചോദിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്താണ് ചോദ്യം? പാസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ത്രിയേകൻ എന്നല്ലേ? അപ്പൊ ഇത് ഏകനെന്ന് പറഞ്ഞത് എങ്ങനെ? നിങ്ങൾ ചോദിച്ചല്ലേ? ഈ ഒരു പ്രസ്താവന, ഈ ആവർത്തനം 6:4 പ്രസ്താവന, അത് ത്രിത്വ ഉപദേശത്തെ ഖണ്ഡിക്കുന്നതല്ല. ഇത് എബ്രായ ഭാഷയിൽ ഷമാ ഇസ്രായേൽ അദോനായി എലോഹേനു എദോനായി ഇഹാദ്, ആ ഇഹാദ് എന്നുള്ള പദപ്രയോഗം അത് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് യൂണിറ്റിയെ കാണിക്കുന്ന പദപ്രയോഗമാണ്. ബഹുത്വത്തിലുള്ള ഏകത്വം, ആബ്സല്യൂട്ട് ഒരു ഏകത്വമായിരുന്നെങ്കിൽ, ആബ്സല്യൂട്ട് സിംഗുലാരിറ്റി ആയിരുന്നെങ്കിൽ യഹീദ് എന്നൊരു പദപ്രയോഗമായിരുന്നു ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് യഹൂദന്മാരോ ഓരോ ദിവസവും അനേക ആവർത്തി ഉരുവിടുന്ന ക്ഷമ, അത് ത്രിത്വത്തിന് ഖണ്ഡനമല്ല. ഈ ഷ്മ എന്ന വാക്കിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഹിയർ ഓ ഇസ്രായേൽ. ആ ഹിയർ ആണ് ഷ്മ. ഹിയർ ഓ ഇസ്രായേൽ, the Lord God is one God. നമ്മൾ മോണോഥീസ്റ്റുകളാണ്. Praise the Lord. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, 66 ബുക്സ് ഒറ്റ ബുക്കായിട്ട് നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ the revelation of Trinity is progressive. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ ത്രിത്വത്തിന്റെ സൂചനകളുണ്ട്. പ്രോഗ്രസീവായി പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്ലിയർ ആയിട്ട് ദൈവം സാരാംശത്തിൽ ഒരു ദൈവമാണ്. ഗോഡ് ദ ഫാദർ ഉണ്ട്, ഗോഡ് ദ സൺ ഉണ്ട്, ഗോഡ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്. യോഹന്നാൻ 1:1 മുതൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം the divinity of Jesus Christ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ, അല്ലെ 5 വരെയുള്ള വാക്യം, പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പൊ ബൈബിൾ മുന്നോട്ട് വെക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ഗോഡ് ഈസ് ട്രയൂൺ എന്ന് പറഞ്ഞാൽ 3 ദൈവങ്ങളല്ല, ഗോഡ് ഈസ് വൺ. സ്വത്രം. അതെന്റെ പ്രധാന വിഷയം അല്ലെങ്കിലും ഈ കുഞ്ഞുങ്ങളോടൊക്കെ പലരും പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഓർത്തു അതുകൂടെ ഒന്ന് പറഞ്ഞു പോകാം. ഈ ചിലർ ചിന്തിക്കുന്നത് ട്രിനിറ്റിയുടെ കാര്യമൊക്കെ പറയും, ഉത്തരവൊന്നുമില്ല, എല്ലാത്തിനും ഉത്തരം വേദപുസ്തകത്തിലുണ്ട്. നമുക്കൊരു അപ്പോളജറ്റിക്സ് വിങ് ഉണ്ട്. ആൻഡ് വി ഡു നോട്ട് ഷൈ അവേ ഫ്രം എനി ക്വസ്റ്റ്യൻ. സ്തോത്രം. ബൈബിളിന് മറുപടികൾ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ആഹ്വാനം തരുന്നത്, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്, കുഞ്ഞുങ്ങളെയും പ്രായമുള്ളവരെ സ്റ്റഡി ദ വേർഡ്, റീഡ് ദ വേർഡ്, തിങ്ക്. ഇപ്പൊ തന്നെ അവിടെ നിങ്ങളുടെ ദൈവം ഏകൻ തന്നെ. ഓ, ഏകൻ? വൈ? വാട്ട് ഈസ് ദി ഒറിജിനൽ ലാംഗ്വേജ്? ദാറ്റ്സ് ഇഹാദ്. അങ്ങനെ നമ്മൾ പഠിക്കണം. ആബ്സല്യൂട്ട് യൂണിറ്റി, ആബ്സല്യൂട്ട് സിംഗുലാരിറ്റി ആയിരുന്നെങ്കിൽ യഹീദ്, അതല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഇഹാദ്. ഇഹാദ് കാണിക്കുന്നത് സ്പീക്സ് മോസ്റ്റ് ലിറ്ററലി ഓഫ് എ കോമ്പൗണ്ട് യൂണിറ്റി. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതിന് യേശു എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഇനി കൽപ്പന 30-ാം വാക്യത്തിൽ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. ആവർത്തനം 6:5 ഇവിടെ ഉദ്ധരിക്കുന്നത്.
എന്നാൽ ആവർത്തന പുസ്തകത്തിൽ നിന്റെ ദൈവമായ യഹോവയെ നീ നമ്പർ 1 പൂർണ്ണ ഹൃദയത്തോടെ, നമ്പർ 2 പൂർണ്ണ മനസ്സോടെ, 3 പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. കർത്താവ് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. വചനത്തെ തെറ്റിച്ചു അല്ല, അവിടെ പറയുന്ന പൂർണ്ണ ശക്തിയോടെ എന്ന് എഴുതിയിരിക്കുന്ന വാക്കിൽ അന്തർലീനമായി കിടക്കുന്നതാണ് മറ്റൊരു വാക്ക് കർത്താവ് മുന്നോട്ട് വയ്ക്കുന്നത്, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 കാര്യങ്ങളാണ്: പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. ആവർത്തന പുസ്തകത്തിൽ 3 കാര്യങ്ങളെ കാണത്തുള്ളൂ. ഞാൻ അത് കാണിക്കാം. ലവ് ദ ലോർഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, സോൾ, മനസ്സെന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ സോൾ, ആൻഡ് വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്. കർത്താവ് മനസ്സൂടെ അതിനകത്ത് പറയുന്നു. കാരണം അത് അതിൽ തന്നെ അന്തർലീനമായിട്ടുള്ളതാ, ഇംപ്ലിസിറ്റ് ആണ്. ദൈവത്തെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കണം? ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം സ്നേഹിക്കുന്നവരാണ്. എങ്ങനെ സ്നേഹിക്കണം? അതാണ് ദ ഫോർമോസ്റ്റ് കമാൻഡ്മെന്റ്. അവിടെ എഴുതിയിരിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ. പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ ബാഹ്യമായുള്ള പ്രകടനത്തിലല്ല കാര്യം. അതിന് സ്ഥാനമുണ്ട്. പക്ഷെ ആദ്യം ഉള്ളു മാറ്റപ്പെടണം. ഹൃദയം, ചിന്ത, അവിടെ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ. ബാഹ്യമായ ഒരു ഹല്ലേലൂയ പറയാം, പക്ഷേ ആ ഹല്ലേലൂയ ഓവർഫ്ലോ ചെയ്യുകയാണ് ഹൃദയത്തിൽ നിന്ന്. ഇത് രക്ഷിക്കപ്പെട്ട് ഹൃദയ പരിച്ഛേദന സംഭവിച്ച് ഹൃദയ ശസ്ത്രക്രിയ നടന്ന ഒരു വ്യക്തിയെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. ഹൃദയം മാറാതെ മതപരമായി കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകളെ ഫൂൾ ചെയ്യാം. ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കണമെങ്കിൽ യു നീഡ് എ ന്യൂ ഹാർട്ട്. ഇനിയും കേൾക്കണം. ന്യൂ ഹാർട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ലവ് ഗോഡ്. എന്നാലും ഇറ്റ് ഇസ് നോട്ട് പെർഫെക്റ്റ്. There is coming a day when we reach heaven, when we will perfectly love God. സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോടെ. ആ മനുഷ്യന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആ കോർ വ്യക്തിത്വം, ഹൃദയം. അവന്റെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തിയുടെ എല്ലാം സോഴ്സ് എന്ന് പറയുന്നത് ഹാർട്ട്. അങ്ങനെയാണോ ദൈവത്തെ സ്നേഹിക്കുന്നത്? അതോ ഹൃദയം മറ്റു പലതിലുമാണ്, ബാഹ്യമായി അഭിനയിക്കുകയാണോ സ്നേഹിക്കുന്നത്? So very serious thing. This is the first and foremost commandment. ഇത് ലംഘിച്ചോ you have gone. ഇതാണ് ക്രിസ്ത്യാനിറ്റി. ഇതാണ് ബിലീവർ. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. സദൃശവാക്യം 4:23 ഞാൻ വായിച്ചത്. അപ്പോ ദൈവത്തോടുള്ള എന്റെ സ്നേഹം മനുഷ്യന്റെ ഡീപ്പസ്റ്റ് പാർട്ടിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യേണ്ടതാണ്. അല്ലാതെ ദൈവത്തിന് നമ്മുടെ പാസീവ് ഒരു സ്നേഹപ്രകടനമല്ല, പാഷനേറ്റ് സ്നേഹപ്രകടനമാണ് ദൈവത്തിന് ആവശ്യം. Our heart must be full of the love of God. ന്യായമല്ലേ അത്? ദൈവം എന്നെ സ്നേഹിച്ച സ്നേഹം എന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, സ്വന്തം പുത്രനെ ആദരിക്കാതെ കാൽവരി ക്രൂശിൽ എന്റെ പാപത്തിന് പരിഹാരമായി തകർക്കാൻ പിതാവാം ദൈവത്തിന് മനസ്സ് തോന്നിയത് എന്റെ അന്തരാത്മാവിൽ കത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കേണ്ടത് ഹൃദയം തുറന്നാണ്, ഹൃദയത്തിൽ നിന്നാണ്, ബാഹ്യമായിട്ട് മാത്രമല്ല. We need a change heart.
പൂർണ്ണ ഹൃദയം. ഹൃദയത്തിൽ നിന്നാണ് പൂർണ്ണ ഹൃദയം. വേറെ ഒരു കരടും അവിടെ ഇവിടെ ഇല്ല. ഇറ്റ്സ് ദ ഫുൾ ഹാർട്ട്. ദിസ് ഇസ് ഗോഡ്സ് എക്സ്പെക്ടേഷൻ. അത് ന്യായമല്ലേ? God loved me so much. ഇത് കേട്ടച്ച് പോകണം. ഞാൻ പറയാം, നിത്യതയിൽ നിങ്ങൾ എന്നെ നോക്കും. നിങ്ങൾ പാസ്റ്റർ യു സെഡ് ഇറ്റ്. ഞാനത് കളിയാക്കി വിട്ടു. ഇത് പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ പിള്ളേരുടെ ഹൃദയത്തിൽ എല്ലാം PhDക്ക് പോകണം. ദൈവം ഒരാളെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, പോ. അതല്ല പ്രധാന വിഷയം. എല്ലാം മണ്ണാങ്കട്ടയാണ്. യു ലവ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുന്നത് PhD തന്നിട്ടല്ല, കാർ തന്നിട്ടല്ല, വീട് തന്നിട്ടല്ല, വസ്തു തന്നിട്ടല്ല, യൂറോപ്പിൽ പോയത് കൊണ്ടുമല്ല. God sent his son to save me. അതാണ് കാരണം. ദൈവം മാനിച്ചു, യൂറോപ്പിൽ വിസ കിട്ടി. എന്തുവാ ഇതാണ് കേരളത്തിലെ സുവിശേഷം. അതിനകത്ത് ആരാധിച്ചാ കിട്ടും. അപ്പൊ ദൈവത്തെ നിങ്ങൾ ആരായിട്ടാ ചിന്തിക്കുന്നത്? നിങ്ങൾ കൈയിട്ടടിച്ചാ വിസ വരുമോ? അത് കൈക്കൂലിയോ? നമ്മളെ ഡിസീവ് ചെയ്യുന്നതായത്. പുസ്തകം വായിര്. Love for God is a right response when you know who God is. കർത്താവിൽ പ്രസിദ്ധനായിരുന്ന, മരിച്ചുപോയി അദ്ദേഹം, R.C. Sproul എന്ന് പറയുന്ന ഒരു വേദപണ്ഡിതൻ, അതേ ഒരു ഉദാഹരണം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം. ഒരു തിയോളജി ക്ലാസ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുക, വേദാധ്യാപകൻ. ഒരു ദിവസം ക്ലാസ്സിലേക്ക് പിള്ളേരെല്ലാം കൂടെ കൂടി ഒരു പെൺകുട്ടി ഭയങ്കര സന്തോഷമുണ്ട്, അങ്ങ് ചിരിക്കുക. പുള്ളി ഓർത്തിതെന്തോ ഇതിങ്ങനെ. മേരി എന്ന കുട്ടിയുടെ പേര്. അപ്പൊ ഇങ്ങനെ കൈ പിടിച്ചോണ്ടായി വരുന്നത്. അത് പുള്ളി ശ്രദ്ധിച്ചപ്പം തിളങ്ങുന്ന, വെട്ടിത്തിളങ്ങുന്ന ഒരു ഡയമണ്ട് റിംഗ് ഉണ്ട്. ആ പുള്ളിക്കാരി പിടികിട്ടി. മേരി, നിന്റെ എൻഗേജ്മെന്റ് റിംഗ് ആണോ ഇത്? യെസ്. ഭയങ്കര സന്തോഷം. അപ്പൊ അതിന്റെ പുറകെ ഒരു ചെറുക്കനും ചിരിച്ചോണ്ട് വരുന്നുണ്ട്. എടി, നീ ജോണുമായിട്ട് എൻഗേജ്മെന്റ് നടന്നോ? യെസ്. മേരിയോട് ചോദിച്ചു, മേരി, എന്താ നീ ഇവരിൽ കണ്ടത് ഇത്ര അങ്ങ് സ്നേഹിച്ച് എൻഗേജ്ഡ് ആകാൻ? അവള് പറഞ്ഞ കേൾക്കണോ? ജോൺ ഈസ് സോ ഇന്റലിജന്റ്. R.C. Sproul പറഞ്ഞു, ശരിയാണ്, ഞാനിപ്പോ തള്ളി പറയുന്നില്ല. അവൻ ഇത്ര ശതമാനം മാർക്ക് കിട്ടുന്നവൻ ഇന്റലിജന്റാ. എല്ലാ മാസത്തെ നമ്മുടെ ടെസ്റ്റിലൊക്കെ ഗ്രേഡൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എടി, ബില്ലെന്ന് പറഞ്ഞ അവൻ ഇതിനെക്കാട്ടി സ്മാർട്ടാ. അവൻ ഈ ക്ലാസ്സിൽ തന്നെയല്ലേ. അപ്പൊ അത് വേണ്ടേ? നോ, ജോൺ. അപ്പൊ അതിനെക്കാട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അവൻ ഭയങ്കര അത്ലീറ്റാ, സ്പോർട്സ്. R.C. Sproul, എടി, ബില്ലല്ലേ ആ ടീമിന്റെ ക്യാപ്റ്റൻ. വേറെ എന്തെങ്കിലും ഉണ്ട്, പറയാൻ അറിയത്തില്ല. ഒടുവിൽ അവള് പറഞ്ഞ് ഒപ്പിച്ചതെന്നറിയാം. ബട്ട് ജോൺ ഈസ് ജോൺ and I love him. That's my point. എനിക്ക് അത് കിട്ടി, ഇത് കിട്ടിയല്ല. God is God and I love him with all my heart. കൊടുക്ക ഹൃദയം. അല്ലാതെ വിസ കിട്ടി, അതാണ്ട് കിട്ടി, ഇത് കിട്ടി, ഞാൻ കൈയിട്ട് ആഞ്ഞടിച്ചപ്പോ കിട്ടിയെന്ന്. ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്താ പ്രിയരെ ചിന്തിച്ചിരിക്കുന്നത്? Give my heart. പൂർണ്ണ ഹൃദയം. രണ്ടാമത്, പൂർണ്ണാത്മാവോടും. The soul of man എന്ന് പറഞ്ഞാൽ വികാരങ്ങളെല്ലാത്തിന്റെ ഇരിപ്പിടം. The emotions. പൂർണ്ണ ഹൃദയം with all emotions. ഒരു ഉദാഹരണം പറഞ്ഞാൽ മത്തായി 26:38 എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. കർത്താവ് അവിടുത്തെ ആ ദുഃഖം പ്രകടിപ്പിക്കുക. അത് കർത്താവിന്റെ ആ സോളിലെ ഇമോഷനാ. ഇതുപോലെ
പൂർണ്ണ ആത്മാവോടെ, ആ സോൾ മുഴുവൻ, വികാരങ്ങൾ മുഴുവൻ ഇൻവോൾവ് ആണ്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കേട്ടോ, അങ്ങനെയല്ല. Your emotions are involved. I love God. I love God എന്ന് പറയുമ്പോൾ തന്നെ ആ മുഖത്തൊരു സ്പാർക്ക് അകത്തുനിന്ന് വന്നുകൊണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പ്രധാനം സ്നേഹിക്കുന്നുണ്ട്. ചിലരുടെ മുഖം കണ്ട ഞാൻ ഓർത്തിട്ടുണ്ട് പ്രിയരെ, ഇവർക്ക് എന്താ, ഒരു വലിയ ഭക്തിയാ, പക്ഷെ എന്തോ ഇവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ with all your heart, with all your soul. 3, പൂർണ്ണ മനസ്സോടും. ഇച്ഛയും ഉദ്ദേശം ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്നുകൊണ്ട്, ഇന്റൻഷൻസ്, വില്ല് എല്ലാം പൂർണ്ണ മനസ്സ്. ദൈവം ആരാണെന്ന് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല, അതൊരു ഫാഷനാ. അറിയണം. You understand him in the mind. എന്നിട്ട് പൂർണ്ണ ശക്തിയോടെ, ഫിസിക്കൽ എനർജി ഈസ് ഓൾസോ ഇൻവോൾവ്. എന്താ ഉറങ്ങുന്ന വന്നേച്ച്? What is involved? Energy is involved, mind is involved, soul is involved, heart is nothing. ബ്ലും എന്ന് പറഞ്ഞ് അവിടെ വന്ന് ഇരുന്നു. ബ്ലുമെന്നോ ജളുകോന്നോ എന്തോ, nothing is involved. ആശീർവാദം പറയും, ഏമ്പക്കം വിട്ട് കൂട്ടുവായും വിട്ട് യുഗം. ശരിക്കും ഈ മഴയത്ത് എല്ലാവരും പിടിച്ചു നിർത്തണം. മഴ അല്ലേ? ഇതിന്റെ അർത്ഥം എന്താ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും എന്ന് പറഞ്ഞാൽ, what does this mean? The whole person is involved. വ്യക്തിത്വത്തിൽ ഒരു കരട് പോലും നീക്കാനില്ല. ആ വ്യക്തിത്വം മുഴുവനും ദൈവത്തെ സ്നേഹിക്കുന്നു. അതല്ലേ ന്യായമായി കൊടുക്കേണ്ടത്. ദൈവത്തെക്കാട്ടി കൂടുതൽ ജോലിയെ സ്നേഹിക്കുന്നവരുണ്ട്, ദൈവത്തെക്കാട്ടി കൂടുതൽ പഠിത്തത്തെ സ്നേഹിക്കുന്നവരുണ്ട്, ദൈവത്തെക്കാട്ടി കൂടുതൽ എന്തെല്ലാം സ്നേഹിക്കുന്നവരുണ്ട്. That's not Christianity. That is not Christianity. അതോട്ട് കയറുന്നുണ്ടോ? മനസ്സിലാക്കിയത്, വഞ്ചിക്കപ്പെടരുത്. ശാസ്ത്രി വന്നൊരു ചോദ്യം ചോദിക്കുക, ഏതാ വലിയ കൽപ്പന? അവനറിയാമെന്ന് കർത്താവ് പറഞ്ഞു. ആവർത്തനം 6:4-5 And do you know, ഈ ശാസ്ത്രി agreed with what Jesus said. അവനറിയാം, വചനം അറിയാവുന്നവനല്ലേ. പ്രിയരെ, ദൈവം ഡിസേർവ് ചെയ്യുന്നു നമ്മുടെ ഈ ടോട്ടൽ ലവ്. ഒരു 0.001 പോലെ പിടിച്ചു നിർത്തി അല്ല സ്നേഹിക്കുന്നത്. We give it all. പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുക. വ്യക്തിത്വത്തിന്റെ ഭൗതികവും വൈകാരികവും ഇച്ഛാശക്തിയോടും മുഴുബലത്തോടും ദൈവത്തെ സ്നേഹിക്കേണ്ടതാകുന്നു. That is Christianity. That is discipleship. അല്ലാതെ പെന്തിക്കോസ് ചെയ്ത് വന്നു എന്നിട്ടെന്നാ? ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹം, ബുദ്ധിപരമായ സ്നേഹം, വൈകാരിക സ്നേഹം, മനസ്സോടെയുള്ള സ്നേഹം, സജീവമായ സ്നേഹം, ആക്റ്റീവ് ലവ്. സ്തോത്രം. Love him for who he is. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് സമഗ്രമായ സ്നേഹമാണ്, അതുല്യമായ ആരാധനയുമാണ്. ഇങ്ങനെ സ്നേഹിക്കാത്തവൻ കൈ ആഞ്ഞടിച്ചാൽ ആരാധനയാകൂ. 100 വിഗ്രഹങ്ങളാ ഹൃദയത്തിനകത്തിരിക്കുന്നത്. തമ്പേറിട്ട് തല്ലി തോല് കീറിയ ഉടനെ ദൈവം ഇന്ന് പ്രസാദിച്ചു കേട്ടോ, ഉടനെ. എന്തൊരു വികലമായ അണ്ടർസ്റ്റാൻഡിങ് ഇത്. മനുഷ്യനാണ് പുറമേ ഉള്ളത് കാണുന്നത്, ദൈവം നമ്മുടെ ഉള്ളാണ് കാണുന്നത്. Does this child love me?
ആ തെറ്റിദ്ധാരണയൊക്കെ അങ്ങ് മാറണം. മനുഷ്യന്മാർക്ക് ഇടും നല്ല മെസ്സേജ് ആയിരുന്നു കേട്ടോ മനുഷ്യൻ. എൻ്റെ ഉള്ളു നിങ്ങൾ കണ്ടോ? ബേബിച്ച നല്ല സൂപ്പർ പാട്ടായിരുന്നു, പുതിയ പാട്ട്, എന്നെ ഈടമായിരുന്നു. ഹൃദയം കണ്ടോ? ഹൃദയം the inward man, the core person. സ്തോത്രം. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. ഇതിൽ കുറഞ്ഞൊരു കാര്യത്തിൽ ദൈവത്തിന് തൃപ്തിയില്ല. ദൈവം നമ്മുടെ ടോട്ടൽ ബീയിങ് ആണ് ആവശ്യപ്പെടുന്നത്. ശരിക്കും ഇതൊരു കൽപ്പനയായിട്ടാണ് പറയുന്നത്. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം, ആത്മീയതയുടെ ആരംഭം. ഇത് നമ്മൾ അനുസരിക്കുമ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ we are not perfect, imperfect, but moving towards perfection. അത് നിത്യതയിൽ ചെല്ലുമ്പോഴാണ് പെർഫെക്റ്റ്ലി ലവിങ് him. പക്ഷെ അത് ഇന്നത്തെ ഡ്രീമാണ് എൻ്റെ. ഞാൻ മുന്നോട്ട് പോകാൻ പോവാ. ഇതിനേക്കാൾ, ഈ കൽപ്പനയേക്കാൾ വലുതാ. ശരിക്ക് 32 വാക്യം ഒന്ന് വായിക്കാമോളെ? 32. എന്നിട്ട് നമുക്ക് മടങ്ങി വരാം 31. ശാസ്ത്രി അവനോട്, നന്ന് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അല്ലല്ല, ഈ 2 ഇവയിൽ വലുതായിട്ട് മറ്റൊരു 31ന്റെ 2ാം ഭാഗം, ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നിട്ട് മത്തായി 22:40 പറയുന്നത്, ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. യോ, ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, 2ാമത്തേലേക്ക് പോവുക. കൂട്ടുകാരനെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനയിൽ ഓൾ ന്യായപ്രമാണം ഹാങ്സ് ഓൺ ദീസ് 2. അപ്പൊ എന്തുവാ ഇത്? നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമോ? ഞാൻ ഒരു കാര്യം പറയാം. ഈ 2 കൽപ്പനയാണ് 10 കൽപ്പനയുടെ സമ്മറി. 10 കൽപ്പന എന്താ? എല്ലാ കൽപ്പനകളുടെയും സമ്മറി. അപ്പൊ ഇതെന്തുവാ? സമ്മറിയുടെ സമ്മറി. 10 കൽപ്പന ഞാൻ ഇപ്പോൾ വായിപ്പിക്കുന്നില്ല, നിങ്ങൾ പിടിച്ചൊന്ന് വായിക്കണം. ആദ്യത്തെ 4 കൽപ്പന ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ്. പിന്നീടുള്ള 6 കൽപ്പന കൂട്ടുകാരനെ സ്നേഹിക്കുന്നതിൽ നിന്നുള്ളതാണ്. അപ്പൊ ശരിക്കും what does God require of us? സ്നേഹം. ഒറ്റ കാര്യം, സ്നേഹം. വെർട്ടിക്കൽ ദൈവത്തോട്, ഹൊറിസോണ്ടൽ സഹോദരന്മാരോട് അല്ലെങ്കിൽ കൂട്ടുകാരനോട്. ഈ ആദ്യത്തെ നടന്നില്ലേ, 2ാമത് നടക്കില്ല. ആദ്യത്തേത് എത്ര ക്രിട്ടിക്കലാണെന്ന് മനസ്സിലാക്കുക. നമ്മള് മുമ്പേ സഹോദരൻ ആൽബി പറഞ്ഞതുപോലെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ഒരു ബെല്ലടിച്ചു, ഒരാൾ വന്നു, എന്ത് സർ? അപ്പൊ നമുക്ക് അത് വേണം, ഇത് വേണം, ഇത് വേണം. ഇതാണോ ദൈവത്തെ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്? ചിലർ വാക്യമൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ, തന്നേക്കാം. ഞാൻ ചിലരുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, വാട്ട് ഈസ് ദിസ്? കർത്താവേ, ഞങ്ങൾ സൂമിൽ ഇപ്പൊ പ്രവേശിച്ചിരിക്കുകയാണെന്ന് അറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ എന്തോ? കർത്താവിനെ അറിഞ്ഞുകൂടാ. ഞങ്ങൾ വ്യത്യസ്ത ടൈം സോണുകളിലൂടെയാണ് കയറിയിരിക്കുന്നത്. എന്താ ഇത്? പറഞ്ഞു പഠിച്ച ഇത് ഞാൻ എത്ര പറഞ്ഞു മാറില്ല. കാരണം നമ്മൾ അങ്ങനെയാ. പറഞ്ഞു വെച്ച് കുറെ ക്ലീഷേസ് ഉണ്ട്, ഇത് അടിച്ചു വിടുക. പ്രിയരെ, ദൈവത്തെ മനസ്സിലാക്ക്. പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കാൻ ദൈവം ഡിമാൻഡ് ചെയ്യാൻ. ദാറ്റ്സ് എ കമാൻഡ്മെന്റ്. ഗോഡ് ഫസ്റ്റ് ലവ്ഡ് us. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. അത് നമ്മള് പല മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. Right response is to give our heart fully to God. അല്ലാതെ കരിയർ അല്ല വലുത്. എന്റെ കരിയർ എന്നാ? കാക്ക കൊണ്ടുപോകും. കരിയറും ഇതൊന്നും അല്ല വലിയ വിഷയം. അതാണ് വലിയ സംഭവം കരിയർ. God is everything. ദൈവമാണ്
സകലതും നമ്മുടെ ഹൃദയത്തെ അങ്ങനെ ചേഞ്ച് ചെയ്യും. 31 വാക്യത്തിലേക്ക് വരികയാണ്. അപ്പൊ 30 വാക്യത്തിൽ നിന്ന് ഏറ്റവും ക്രിട്ടിക്കലാണ് ഈ കമാൻഡ്മെന്റ്. 31 വാക്യം, രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ, ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ രണ്ടാമത്തേത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഒന്നാമത് ദൈവത്തെ സ്നേഹിക്കണം, രണ്ടാമത് കൂട്ടുകാരെ, മനുഷ്യരെ സ്നേഹിക്കണം. അപ്പൊ ദൈവവുമായിട്ടുള്ള ഈ മുഴു ഹൃദയത്തോടുകൂടിയുള്ള സ്നേഹത്തെയും ആരാധനയും നമ്മൾ പിന്തുടരുമ്പോൾ അതിൽ നിന്ന് പുറത്തോട്ട് വരുന്നതാണ് മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഹൃദയപൂർവം പറ്റത്തില്ല. ജസ്റ്റ് വിസിറ്റ്, പ്രൈസ് ദി ലോർഡ്, തന്നെ പോലെ സ്നേഹിക്കാൻ ഒക്കുമോ? നോ. എങ്ങനെയാ വരുന്നത് ഇത്? ബിക്കോസ് ഓഫ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. സ്തോത്രം. ഞാൻ തന്നെ ആത്മീകമായിട്ടും വൈകാരികമായിട്ടും ബാങ്ക്രപ്റ്റ് ആണെങ്കിൽ ഞാൻ മറ്റാളുകളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് നമ്മുടെ ജീവിതത്തിലെ ടോപ്പ് പ്രയോറിറ്റി ആകേണ്ടത്. അതിൽ നിന്നാണ് സഭയിലെ മറ്റ് ജനത്തെ സ്നേഹിക്കാൻ കഴിയുന്നത്. സഭയിലെ മാത്രമല്ല കേട്ടോ, അയൽവാസികളെ. ദൈവം നമ്മളെ, അത് വാസ്തവത്തിൽ നെയ്ബർ ആരാണെന്നൊക്കെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് മറ്റൊരു അസർമണാണ്. ദൈവം നമ്മളെ എത്തിക്കുന്ന എല്ലായിടത്തും നമ്മൾ ആ ആളുകൾ അർഹമായത് അവർ അർഹിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതാണ് നമ്മളെ കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്. ഇൻ ദ ഗുഡ് സമാരിറ്റന്റെ ആ ഉപമയിൽ. ഇപ്പൊ ലേവ്യ പുസ്തകം 19 അധ്യായത്തിൽ നിന്നാണ് കർത്താവ് ഈ രണ്ടാമത്തെ കാര്യം പറയുന്നത്. ലേവ്യ പുസ്തകം 19 അധ്യായത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ കാര്യങ്ങൾ കർത്താവ്, ഈ രണ്ടാമത്തെ കൽപ്പന കർത്താവ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. അതിന്റെ 9 മുതൽ 18 വരെ വായിക്കേണ്ടതാണ്. പക്ഷെ അങ്ങോട്ട് പോകണ്ട, അതിനെക്കുറിച്ച് ചില കാര്യം ഞാൻ പറയാം. 18 വാക്യം ഒന്ന് വായിച്ചേ. പ്രതികാരം ചെയ്യരുത്, നിന്റെ ജനത്തിന്റെ മക്കളോട് പക വയ്ക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഞാൻ യഹോവയാകുന്നു. പറയുന്നത് ഈ 2 കൽപ്പനകളിലാണ് ദ ഹോൾ ന്യായപ്രമാണം ഹാങ് ചെയ്യുന്നത്. പക്ഷെ ഇത് നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിക്കാൻ ഒരു ഹോംവർക്ക് ആയിട്ട് 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. എങ്ങനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്? ആ സ്നേഹം പാവപ്പെട്ടവരെയും പരദേശിയെയും സഹായിക്കുന്നതിലൂടെ സ്നേഹിക്കണം. ആ സ്നേഹം മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളിൽ അനുകമ്പയും തികഞ്ഞ സത്യസന്ധതയും നീതിയും പുലർത്തണം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പറയാം, പരമാർത്ഥ ഹൃദയമുള്ള ഒരു ചുരുക്കമാണ്. സത്യം പറഞ്ഞ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അച്ഛാ അങ്ങോട്ട് പോവാ അല്ല, എന്നാലേ അങ്ങോട്ട് തൊടത്തില്ല, എങ്ങും തൊടത്തില്ല. വീട്ടിൽ പോവാന്ന് വെച്ചാ വീട്, പക്ഷെ വീട്ടിൽ നേരെ പടിഞ്ഞാറ്റോട്ടാ പോകുക. എന്താ? അതും ഒരു വീടല്ലേ? അല്ല, വീടല്ലേ? ഇതൊക്കെ മാറ്റിവേ. സ്നേഹത്തിൽ പറ, സംസാരിക്കുക, സത്യസന്ധതയും നീതിയും, നിഷ്പക്ഷ മനോഭാവം, അപവാദം പറയുന്നതിൽ പങ്കാളികളാകാൻ വിസമ്മതിക്കുക. കേട്ടോടി കേക്കണ്ടാടി. എന്തിനാ? I love my neighbor, I love my brother, I don't want to hear. സ്തോത്രം. ആരോടും ദ്രോഹം കാണിക്കാതിരിക്കലും പക വയ്ക്കാതിരിക്കലും. പകയുണ്ടോ? പിണക്കമുണ്ടോ? പിന്നെന്താ ഷെയ്ക്കാൻ്റെ കൊടുക്കാതെ? കൊടുത്തില്ലെന്നേ ഉള്ളൂ. എന്തോ വിശ്വാസി, എന്നോ പെന്തിക്കോസ് ഇത്. ദൈവവുമായി ബന്ധമുണ്ടോ? Is your heart full of the love for God?
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സഭയോടുള്ള ബന്ധത്തിലാട്ടോ, ഇത് സഭയല്ലാതെ എല്ലാവരെയും സ്നേഹിക്കണം. നെയ്ബേഴ്സായിട്ട് വരുന്നവര്, കൂട്ടുകാരൻ. അന്ന് സഹയഹൂദൻ എന്ന് വേണേ വ്യാഖ്യാനിക്കാം. ഇന്ന് സഭ എന്നുള്ള പ്രൈമറി ആപ്ലിക്കേഷൻ കൊടുത്തു. ഈ സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇസ് ദിസ് ഹാപ്പനിങ് അമംഗ് us? അങ്ങനെ ഒരു സൗഹൃദ ബന്ധം ഉണ്ടോ? എന്നിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്, ബ്രദറെ ഇവിടെ കള്ളന്മാരെ ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ പിടിക്കും, എല്ലാ ഉപദേശവും ഞങ്ങളുടെ കറക്റ്റ് ആണ്. ഇതാണ് എഫെസോസ് സഭയ്ക്ക് പറ്റിയത്. But they fell from the love. കാരണം ഇത് പറഞ്ഞു കൊടുത്തു, എല്ലാം കള്ളൻ, എല്ലാം കള്ളൻ, കള്ളൻ കള്ളൻ, എല്ലാം നോക്കുന്നു, കള്ളൻ കള്ളൻ. അതുകൊണ്ട് എല്ലാവരും നോക്കുന്നു, കള്ളനാണോ ഇനി? അതുകൊണ്ട് ആരെയും സ്നേഹിക്കില്ല. നോ. ദൈവവുമായിട്ടുള്ള സ്നേഹം അത് ഹാർട്ട് മുഴുവനാണെങ്കിൽ, ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇങ്ങോട്ട് നോക്കുക, ഭർത്താവും ഭാര്യയും കൂടി ഇങ്ങനെ കയറി, എനിക്ക് ഭർത്താവിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഭാര്യ ഇവിടെ കണ്ണെടുത്ത കണ്ടു. അതെങ്ങനാ? യു വിൽ സേ യു ലവ് ജീസസ് ബട്ട് യു ഡോണ്ട് ലവ് ദ ബ്രൈഡ്. വാട്ട് ലോജിക് ഇസ് ദാറ്റ്? മണവാളനോടോ ഞാൻ മുട്ടലോ, അതിനാ എഴുന്നേക്കമയ്യേ, രാത്രിയുടെ യാമങ്ങളിൽ ഓലോലെ. അത് നല്ലതാ, അങ്ങനെയൊക്കെ വരുതാനം ഉള്ളവർ ചെയ്തോളൂ. പക്ഷേ സഭയെ കയറി കഴിഞ്ഞാൽ പണി കൊടുക്കുക, ഓരോ അടുത്ത് പോയിട്ടുണ്ടേ പണിയാ. ഇതെങ്ങനെയാ ഇത്? അപ്പൊ ശരിക്കും കർത്താവുമായിട്ടുള്ള സ്നേഹം ഉണ്ടോ? വ്യാജമല്ലേ അത്? യു ലവ് ദ ബ്രൈഡ് ഗ്രൂം ബട്ട് യു ഹേറ്റ് ദ ബ്രൈഡ്. സ്തോത്രം. കൂട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കുക. ഇതിനെയാണ് യാക്കോബ് വിളിക്കുന്നത് റോയൽ ലോ. എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന. ദ റോയൽ ലോ. കർത്താവ് എന്താ പറയുന്ന? മത്യു 7:12. മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ഇനി യോഹന്നാന്റെ ലേഖനം ഒന്ന് എടുത്തേ, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ നോക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 9-10. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. അതേ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം. എന്നാൽ ഈ ലോകത്തിലെ വസ്തു വകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അതേ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. അതേ അധ്യായം 12-ാം വാക്യം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. അപ്പൊ വാട്ട് ഈസ് ദി പ്രൂഫ് ഓഫ് അവർ ലവ് ഫോർ ഗോഡ്? ഞാൻ ദൈവത്തെ, പാസ്റ്റർക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്. ഹൗ ഡു യു നോ ദാറ്റ്? ഇഫ് ഐ ലവ് ദ ബ്രദർ ആൻഡ് ദ പീപ്പിൾ, ദാറ്റ് ഈസ് പ്രൂഫ്. അല്ല പ്രസംഗം, അത് പ്രസംഗമാർക്കും പ്രസംഗം. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാം, ഫെലോ ബിലീവേഴ്സ്. ഒരു മായയിൽ ഇരുന്ന് ആരാധിക്കുന്നു, ഒരേ മെസ്സേജ് കേൾക്കുന്നു. അത് കാശിനോട് അടുക്കണം. ഞാൻ ആ ഭാഗം മാത്രം കേട്ടില്ല. അന്നേരം ഈ കായം വന്ന് ലവ് ദ ബ്രദർ. 31-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്നുത്തരം പറഞ്ഞു. ഞാനത് നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നേ ഇല്ല. ജീസസ് കൺക്ലൂഡ് ചെയ്യുക, there is no other commandment greater than these. Rest of the law വാസ്തവത്തിൽ സ്പെൽ ഔട്ട് ചെയ്യുന്നത് how to love God, how to love the neighbor. മുഴുവൻ കൽപ്പന ഇത് രണ്ടുമാണ്. റോമാലേഖനത്തിൽ ഒരു വാക്യം വായിക്കാം കേട്ടോ. റോമാലേഖനം 13-ാം അധ്യായം 8 മുതൽ
10 വരെയുള്ള വാക്യം. പ്രൈസ് ദി ലോർഡ്. ഈ 2 കൽപ്പനയും നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ എൻറ്റയർ ലോ ഫുൾഫിൽ ചെയ്യുക. അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്ക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്ന സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. So this is all summed up. ഇനി ഞാന് നിങ്ങളങ്ങ് 32, 33, 34 വാക്യങ്ങൾ വായിച്ച് ഞാൻ വിടുക. ശാസ്ത്രി അവനോട്, നന്ന ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റ് ഒരുത്തനുമില്ല. അപ്പൊ മറ്റൊടക്കന്മാരെ പോലെ അല്ലിത്. He agreed when he heard the truth. 33 വാക്യം. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും, ഈ വാക്ക് സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു. നമുക്ക് പഴയ നിയമത്തിൽ ഒരു വാക്യം ഓർമ്മ വരുന്നുണ്ടോ? അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും. 34 വാക്യം. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. അതിന് ശേഷം അവനോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല. അപ്പൊ ദൈവരാജ്യത്തോട് അകന്നവനല്ലെന്ന് പറഞ്ഞാൽ അകത്ത് കയറിയിട്ടില്ല. അകത്ത് കയറണമെങ്കിലോ ഹൃദയം മാറണം. കറക്റ്റാ. ഓക്കെ, കൽപ്പന അനുസരിക്കണോ? യു മസ്റ്റ് ചേഞ്ച് യുവർ ഹാർട്ട് ത്രൂ ദ ന്യൂ ബർത്ത്. ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് ഭരിക്കണം. കണ്ണടയ്ക്കാം.